എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പട്ടുപാവാടയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഇത് 2.25 മീറ്റർ തുണിയാണ്. ഇതിങ്ങനെ നിവർത്തിയിടുക. നമുക്ക് ഇതിൻ്റെ ഇറക്കം വേണ്ടത് 35 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഈ ബോർഡർ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ മടക്കിയടിക്കുന്നില്ല. 35 ഇഞ്ചിൽ 2 ഇഞ്ച് ഇതിൻ്റെ ബാൻഡ് വരും. അപ്പോൾ ആ 35 ഇഞ്ച് ഇവിടെ വയ്ക്കുക. ഇതിൻ്റെ എൻഡിൽ 35 ഇഞ്ച് വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഈ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് ബാൻഡ് വരും. അതായത് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇറക്കം വയ്ക്കുക. എന്നിട്ട് അതിൽ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതുപോലെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇനി ഇതിവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഇനി ഇത് ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ അതിലേക്കുള്ള ബാൻഡ് കട്ട് ചെയ്യാം. അരവണ്ണം 34 ഇഞ്ചാണ്. ഇവിടെ 2 ഇഞ്ച് തയ്യത്തുമ്പോൾ കൊടുക്കുക. പിന്നെ 34ൻ്റെ പകുതി 17 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് അഞ്ച് ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് ഇവിടെ മടക്കും, ഇവിടെ 1/2 ഇഞ്ച് മടക്കും. അപ്പോൾ ബാക്കി 4 ഇഞ്ച് വരും. അതിൻ്റെ പാതി 2 ഇഞ്ച് ബാൻഡ് കിട്ടും. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഹുക്ക് വയ്ക്കാൻ അതിൻ്റെ ഒരു ഐ വേണം. അതിനൊരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും തുണിയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ എടുക്കുക. അതിനുശേഷം 1 ഇഞ്ച് ഇതേപോലെ തയ്യത്തുമ്പ് ഇടുക. അതിനുശേഷം ഈ 2 ഇഞ്ചിൽ ഇതേപോലെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ട് പോവുക. എന്നിട്ട് ഈ രണ്ടാമത്തെ മാർക്കിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ 3ാമത്തെ മാർക്കിങ്ങിലേക്ക് വയ്ക്കുക. അടുത്തത് ഇതൊന്ന് എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ വയ്ക്കുക. അങ്ങനെ കറക്റ്റായിട്ട് ഇതിൻ്റെ പ്ലേറ്റ് ഇട്ടിട്ട് പോവാം. അപ്പോൾ 34 ഇഞ്ച് ഇതുവരേക്കും വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ സൈഡ് ഒരു 7 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് മടക്കിയടിക്കാം. അതുപോലെ ഇവിടെയും മടക്കിയടിക്കാം ഈ സ്റ്റാർട്ടിങ്ങിൽ. അതിനുശേഷം ബാൻഡ് ഇങ്ങനെ വയ്ക്കുക. ഇത് ബാൻഡിൻ്റെ നല്ല വശമാണ്. എന്നിട്ട് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാ ഉള്ള ഈ 1/2 ഇഞ്ച് ഇത് ഇങ്ങോട്ട് മടക്കി വയ്ക്കുക. ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ എക്സ്ട്രാ ഉള്ളത് മടക്കി കൊടുത്തു. ഇവിടെ വന്നിട്ട് അത് അങ്ങനെ തന്നെ നിവർത്തി വെച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ വെച്ചിട്ട് കൊണ്ട് നന്നായിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം ഇങ്ങനെ തിരിച്ചിടുക. ഇതിങ്ങനെ മടക്കിയിട്ട് നേരത്തെ എക്സ്ട്രാ ഇട്ട പീസ് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇവിടെ 1/2 ഇഞ്ച് മടക്കാം. ഇവിടെ ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കരഭാഗം തന്നെ ഇട്ടാലും മതി. ഇത് ഈ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഇത് ഇങ്ങോട്ട് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെയും നഖം കൊണ്ടൊന്ന് വരച്ചെടുക്കാം. ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് തയ്ച്ചെടുക്കുക. ഈ എൻഡിൽ വരുമ്പോൾ അതുപോലെ ഈ എക്സ്ട്രാ ഉള്ളത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരച്ച് ഇതിനുള്ളിലേക്ക് മടക്കി കൊടുക്കുക.
അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. ഇനി അടുത്ത് ഈ സൈഡിൽ കൂടെ ഒരു 1/4 ഇഞ്ചിൽ ഒരു തയ്യലും കൂടി ഇടണം. അത് ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് കെട്ടിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അടുത്ത എൻഡിൽ ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഈ നല്ല വശം കൂടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ 2 ഭാഗം കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് ഒരു 5.5 ഇഞ്ച് ഓപ്പൺ വിടാം. ഇവിടെ നിന്ന് ഷോൾഡർ വരേക്കും തയ്ക്കുക. ഇതേപോലെ 2 തയ്യലിട്ടതിന് ശേഷം ഇവിടെ ഓവർലോക്ക് അടിക്കുക. ഓവർലോക്ക് ഇല്ലാത്തവർക്ക് ഇവിടെ ഒന്നുകൂടെ മടക്കിയിട്ട് ഇവിടെ ഒരു തയ്യലിട്ടാൽ മതി, അല്ലെങ്കിൽ നൂല് ഇളകി വരും. ഇനി ഇത് അടിമറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഭാഗത്താണ്, ഇവിടെയാണ് നമ്മൾ ഹുക്ക് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഐ ഇവിടെ വയ്ക്കണം. അത് നമ്മളിവിടെ തുണിയിലാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ഒരു 4 ഇഞ്ച് വീതിയിലൊരു തുണി എടുക്കുക. നീളം ഒരു 6-6.5 വരെയൊക്കെ എടുക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിലൊരു തയ്യലിടുക ആദ്യം. എന്നിട്ട് ഇതിൻ്റെ തയ്യത്തുമ്പ് ഇങ്ങനെ 2 സൈഡിലേക്ക് ആക്കിയെടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്ത് അടിക്കുക. ഇതുപോലെ അടിച്ചെടുക്കുക. അതിന് ശേഷം ഇത് അടിമറിച്ചെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ പ്ലേറ്റിൻ്റെ ഇവിടെയാണ് ഇത് നമുക്ക് 34 ഇഞ്ച് വരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്ലേറ്റ് ഇവിടെ തന്നെ കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഒന്നുകൂടെ കൊടുക്കാം, ഒന്നുകൂടെ കൊടുക്കാം, ഒന്നുകൂടെ കൊടുക്കാം. 4 ഐ വരെയൊക്കെ ഇത് തന്നെ കൊടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കുക. ഇതിപ്പോൾ 4 എണ്ണം വെച്ചിട്ടുണ്ട്. 3-4 എത്ര വേണമെങ്കിൽ സൗകര്യം പോലെ വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ ഐ ഇടാം. ആകെ വേണ്ട അരവണ്ണം 34 ഇഞ്ചാണ്. കറക്റ്റ് ഇതിൻ്റെ 17 ഇഞ്ച് വന്നിട്ടുണ്ട്. ഇറക്കം അതേപോലെ 35 കറക്റ്റ് 35 ഇഞ്ച് ഇറക്കവും വന്നു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.